കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റ് സീസൺ 3 തുടങ്ങിയിട്ട് ഇന്നൊക്കെ 4 ദിവസം കഴിഞ്ഞ് കുറേ പരിപാടികളുടെ ഇടയിൽ വന്നതുകൊണ്ട് എനിക്ക് പോകാനേ കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്ന് ഞാൻ എല്ലാം രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഈ അപ്പം അടിപൊളിയാണ് അവിടുത്തെ സെറ്റല്ലോ. ഫസ്റ്റ് ഉള്ളിലേക്ക് ഇന്ന് കയറിയ പടന്ന് കിട്ടുന്ന കാസർഗോട്ടെ മെയിൻ ഭാഷകളും പിന്നെ കുറച്ച് കാസർഗോട്ടെ ഇമ്പോർട്ടൻറ്റ് പ്ലേസുകളെ കുറിച്ചിട്ടുള്ള ഒരു സെറ്റാണ് അടിപൊളി. പിന്നെ സാന്റാനെ കണ്ട് സാന്റക്ക് ഒരു ലൈക്കെല്ലാം ഹായ് എല്ലാം കൊടുത്ത് പിന്നെ നേരെ ഉള്ളിലേക്ക് കയറി. അവിടെ ഉള്ളിൽ കയറുമ്പോൾ കുറച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ക്യാബിനൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡിൻ്റെ അടുത്തേക്കാണ്. ഇഷ്ടംപോലെ കുഞ്ഞു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തത് ചീസ് ഫ്രൈസ് ആണ്. എനിക്ക് പൊതുവെ ചീസ് ഫ്രൈസ് ഇഷ്ടമാണ്. ഞാൻ കുറേ സ്ഥലത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തത് എങ്ങനെയുണ്ട് നോക്കി കുഴപ്പമില്ല. വീട്ടിൽ ഞങ്ങൾ നേരെ പോയത് എൻ്റർടൈൻമെൻറ്റിങ് സെക്ഷനാണ്. അൺലിമിറ്റഡ് എൻ്റർടൈൻമെൻ്റ് ആണ്, അൺലിമിറ്റഡ് ഗെയിംസ് ആണ്. മുമ്പത്തെ കൊല്ലത്തിൽ അപേക്ഷിച്ചിട്ട് 4 ഇരട്ടിയിലധികം റൈഡ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈടെ മാത്രമല്ല, ഇതിന് കുറച്ചപ്പുറം കുറച്ച് കടലിൻ്റെ തീരത്തായിട്ടും കുറേ റൈഡ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള ബൗളൊക്കെ ഇട്ടിട്ടുള്ള ലക്കി ഡ്രോ ഇല്ലേ, അതിലെല്ലാം പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ എനിക്ക് ചെറിയൊരു ബൗൾ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയതില്ലേ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാവുന്ന കുറേ റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല, നമ്മൾ സിറ്റി സെൻറ്ററിലെല്ലാം കാണുന്ന പോലത്തെ അങ്ങനത്തെ റൈഡ്സ് എല്ലാം ഉണ്ടാവുക, നല്ല രസമുണ്ട്. പിന്നെ ഇതെന്തെന്ന് പറയുക, ക്രിക്കറ്റ് പ്രേമികൾക്കുള്ള ഒരു ക്രിക്കറ്റ് സെക്ഷനാണ്. 2 ഓവർ വരെ കളിക്കുക. കുടുംബശ്രീക്കാരുടെ ഒരു ഭക്ഷ്യമല്ലാണ്ട് ഒന്നും പറയില്ല, അത്രയ്ക്ക് വെറൈറ്റി ഐറ്റംസ് ആണ്. അട്ടപ്പാടി വനസുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സ് എല്ലാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഞാൻ അവിടുന്ന് ഒരു പൈനാപ്പിളെല്ലാം കഴിച്ചിട്ട് നേരെ ജാസി ഗിഫ്റ്റ് പരിപാടി നടക്കുന്നിടത്തേക്ക് പോയി. ജാസി ഗിഫ്റ്റിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് അതിന് മുമ്പ് ആൾക്കാർ ഡാൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആടെ പോകുമ്പോൾ കണ്ട് ഈ ഒരു സംഭവം കണ്ട് ഇതിൽ കയറണമെന്ന് ഞാൻ എപ്പോൾ വിചാരിക്കും, പക്ഷേ ഇതുവരെ കയറാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ട. എവിടെ ഡാൻസേഴ്സ് എവിടെ? ഡിസംബർ 31 വരെ കേട്ടോ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരാനുണ്ട്, വേടം വരാനുണ്ട്, സാനോര വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ടിക്കറ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബുക്കിംഗ് ആക്കിക്കോ, ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ QR കോഡ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക, കൺഫേം ചെയ്യുക, എന്നിട്ട് വരാം. വേടം വരുന്ന ദിവസം മാത്രം ടിക്കറ്റിന് 100 രൂപ, അല്ലാത്ത ദിവസങ്ങളിലെല്ലാം 50 രൂപ. അപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് എത്രയും പെട്ടെന്ന് ബുക്കിംഗ്. കൂടുതൽ അപ്ഡേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ആക്കണേ. ബൈ.